ഫാഷൻ പ്രൊഡക്റ്റുകളുടെ മാർക്കറ്റിലായിട്ടാണ് ഇന്ന് പോണത്. ഡൽഹി കരോൾ ബാഗ് മാർക്കറ്റിൽ ഷൂസ്, അതുപോലെ തന്നെ ഷർട്ട്, അങ്ങനെ ഒരുപാട് പ്രൊഡക്റ്റുകൾ കിട്ടുന്ന ഒരു മാർക്കറ്റാണ് ഡൽഹിയിലെ കരോൾ ബാഗ് മാർക്കറ്റ്. പലരും കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്, ഏതെല്ലാം പ്രൊഡക്റ്റ് ഇട്ടാലാണ് വിറ്റ് പോകാമെന്ന് ചോദിക്കുന്നുണ്ട്. അതെനിക്ക് പറയാൻ പറ്റില്ല. നിങ്ങളുടെ ഒരു ടേസ്റ്റ് അനുസരിച്ച് ചെറിയ മുതൽ മുടക്കിൽ, ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാണ്ട് ചെറിയ മുതൽ മുടക്കിലൊക്കെ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കാം. ചിലപ്പോൾ ചില പ്രൊഡക്റ്റ് ശരിക്കും കത്തിക്കയറും. ഉദാഹരണത്തിന് ഇപ്പോൾ ബ്രാൻഡഡ് കോപ്പിയുള്ള സർപ്ലസ് ഐറ്റംസ്, പിന്നെ അതുപോലെ തന്നെ ഷൂസ്, അതൊക്കെ മൂവ് ചെയ്യാൻ സാധ്യതയുണ്ട്. ബ്രാൻഡഡിൻ്റെ കോപ്പി നല്ല രീതിയിൽ ചിലപ്പോൾ മൂവ് ചെയ്തേക്കാം. കാരണം നമ്മുടെ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ ഒന്നും അത് കിട്ടില്ല. അവരുടെ റൂൾസ് പോളിസിക്ക് എതിരാണ്. പിന്നെ ഉള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം പേജുകൾ വഴിയൊക്കെയാണ് സാധാരണ എല്ലാവരും വാങ്ങിക്കുന്നത്. അപ്പോൾ ബ്രാൻഡഡ് കോപ്പി ചിലപ്പോൾ മൂവ് ചെയ്യാൻ സാധ്യത കൂടുതലുള്ളതാണ്. ഷൂസ് അതുപോലെ മൂവ് ചെയ്യാൻ സാധ്യതയുള്ളതാണ്. ഫാഷൻ പ്രൊഡക്റ്റുകൾ എന്നും മൂവ് ചെയ്യാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ ഡൽഹിയിൽ ഫാഷൻ പ്രൊഡക്റ്റുകൾക്ക് വേണ്ടി ഒരുപാട് മാർക്കറ്റുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വരാം, നേരിട്ട് വരാനേ ഞാൻ പറയുള്ളൂ. നിങ്ങൾ ഓൺലൈനിൽ യൂട്യൂബിലെ മറ്റ് വീഡിയോസ് എല്ലാം കണ്ട് നിങ്ങൾ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കാശ് അവിടെ സ്റ്റക്ക് ആവാനുള്ള സാധ്യതയുണ്ട്. കാരണം അവർ വീഡിയോ കോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന പച്ച കളറായിരിക്കും, പക്ഷെ നിങ്ങൾ പെട്ടി പൊട്ടിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന നീലയായിരിക്കും. 8 സൈസ് 5 പറയും അവർ. ചിലപ്പോൾ അവരതിലുള്ള സൈസ് ഏതാണോ അത് കയറ്റിയിടും. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ചില ഫ്രോഡ് പരിപാടികൾ നടക്കുന്നുണ്ട്. യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട് ഇങ്ങനെ നമ്പർ കൊടുത്ത് കോൺടാക്ട് ചെയ്യാനൊക്കെ പറയുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ സൂക്ഷിച്ചെടുക്കുക. എപ്പോഴും സീരിയസ് ആയിട്ട് ഇറങ്ങുന്ന ഒരു 1-2 മാസമൊക്കെ ഒരു യാത്ര നല്ലതാണ്. മാർക്കറ്റുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ ചെയ്യുക. ഇനി ഒന്നും വാങ്ങിയില്ലേ പോലും അതൊരു എക്സ്പീരിയൻസ് ആണല്ലോ. പുതിയ ആശയങ്ങൾ ചിലപ്പോൾ അതിലൂടെ കിട്ടും. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം സരോജിനി മാർക്കറ്റിൻ്റെ അകത്തൊരു വീഡിയോ ഇട്ടായിരുന്നു. അവിടെ ഒരു കോഫി മേക്കിംഗ് മെഷീൻ വെച്ചിട്ട് 2 പയ്യന്മാർ കോഫി സെല്ല് ചെയ്യുന്നത്. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റാണ്. സാധാരണ എന്താ പറയുക, മെഷീൻ കോഫിയുടെ ടേസ്റ്റ് ഡിഫറെൻ്റ് ആണല്ലോ. അത് ഇഷ്ടപ്പെടുന്ന ആളുകൾ അത് വാങ്ങിക്കും. അപ്പോൾ യാത്രകൾ ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് കുറേ ഐഡിയകൾ കിട്ടും. അപ്പോൾ ഡൽഹി വിസിറ്റ് ചെയ്ത്, മാർക്കറ്റുകളൊക്കെ വിസിറ്റ് ചെയ്ത് നിങ്ങൾ പ്രൊഡക്റ്റ് എടുക്കണതാണ് ശരിക്കും നല്ലത്. കുറച്ച് പൈസ സേവ് ചെയ്തിട്ട് ഒരു മാസം അല്ലെങ്കിൽ 2 ആഴ്ചയെങ്കിലും അറ്റ്ലീസ്റ്റ് വന്ന് നിൽക്കുക. 2 ആഴ്ചയൊക്കെ നിന്നാലും മതി. 2 മാസമൊക്കെ നിൽക്കുന്ന ആളുകൾക്ക് സ്റ്റുഡൻസിൻ്റെ PG ഒപ്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. നിങ്ങൾ ഹോട്ടൽ റൂം എടുത്ത് ഡെയിലി വാടക കൊടുക്കണതിൽ നല്ലത് സ്റ്റുഡൻസിൻ്റെ PG ഒരു 3500-4000 മന്ത്ലി റേറ്റിലൊക്കെ നിങ്ങൾക്ക് കിട്ടും. 5500 പല റേറ്റിലുണ്ട്. ഡൽഹിയുടെ സെൻട്രലിലാണ് എപ്പോഴും എടുക്കേണ്ടത്. അപ്പോൾ മാർക്കറ്റുകളിലേക്കെല്ലാം പോകാൻ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. പല സംശയങ്ങൾ ചോദിച്ച് വിളിക്കേണ്ടത്, എല്ലാം കൂടി ചേർത്ത് ഞാനൊരു വീഡിയോ എന്തായാലും ചെയ്യാം. അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവർ പെട്ടെന്ന് ജോയിൻ ചെയ്യുക. അതുവഴിയാണ് ഞാൻ എൻ്റെ പ്രൊഡക്ട്സ് സെല്ല് ചെയ്യണത്. അതുപോലെ തന്നെ മറ്റ് ബിസിനസ് ഡീറ്റെയിൽസും കാര്യങ്ങളും ഇൻഫർമേഷനും ചെറിയ കണ്ടൻസ് എല്ലാം ഞാൻ വാട്സപ്പ് ഗ്രൂപ്പ് വഴിയാണ് ചെയ്യണത്. കാരണം എല്ലാം നമുക്ക് വീഡിയോ ആയിട്ട് ഇടേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ പോസ്റ്റായിട്ടും ടെക്സ്റ്റായിട്ടൊക്കെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടാം, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. കരോൾ ബാഗിലെത്തി. ഷൂസിൻ്റെ കളക്ഷൻ തുടക്കം തന്നെ ഞാൻ പറയും. ഷൂസിൻ്റെ കളക്ഷനാണ് ആദ്യം തന്നെ. 800 to 1200 ആ റേഞ്ചാണ്. 800 to 1200 റേഞ്ചിൽ തന്നെ ഷൂസാണ്. ജാക്കറ്റ് നല്ല തണുപ്പുണ്ട്. 5 ഡിഗ്രി 6 ഡിഗ്രിയൊക്കെ കാണിക്കുന്ന തണുപ്പുണ്ട്. തണുപ്പ് കാലത്ത് കുറച്ച് പ്രയാസമാണ്. എല്ലാം വിൻ്റർ കളക്ഷൻസ് ആയിരിക്കും. ഇവിടെ കണ്ടില്ല, എല്ലാം വിൻ്റർ കളക്ഷൻസാണ്. 350 ആ റേഞ്ചാണ് ആ ജാക്കറ്റിൻ്റെ റേറ്റ്. ഏത് പാൻറ്റ് 250 പാൻറ്റ് ഒന്ന് നോക്കാം. കണ്ടില്ലേ, അതൊക്കെയാണ് 250 റേഞ്ച് വന്ന പാൻസാണത്. പോളിസ്റ്റർ മിക്സ് ആയിട്ടുള്ള ഒരു ഫാബ്രിക്കാണത്. ഇതും തണുപ്പത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കണം. അകത്തൊരു ഫർ ഫിനിഷിംഗ് ഉണ്ടാവും. ഇതിൻ്റെ അകത്തൊരു ഫർ ഫിനിഷിംഗ് ഉണ്ടാവും. ഈ സെക്ഷനിൽ ഇവിടെ എന്നും 200 രൂപയുടെ ഈ ജാക്കറ്റ് എന്ന് വന്നാലും ഉണ്ടാവും. 200 രൂപ റേഞ്ചുള്ളൂ ഈ ജാക്കറ്റുകളെല്ലാം. ലേഡീസിൻ്റെ ആണ്. കണ്ടില്ലേ, ഇത് 200 രൂപയുടെ. നല്ല തണുപ്പത്ത് ഇടണേ. എനിക്ക് തോന്നണം -ഡിഗ്രിയിലൊക്കെ തരാൻ പറ്റും തോന്നുന്നു. കണ്ടില്ലേ, ഒരുവിധം നല്ല 200 രൂപയ്ക്ക് ഇതൊന്നും കിട്ടില്ല. 200 രൂപയ്ക്ക് എന്നും കിട്ടില്ല എനിക്കത്. ഡൽഹി പോലത്തെ സ്ഥലത്ത് മാത്രം ഇങ്ങനെ 200 രൂപക്കൊക്കെ ഇത് കിട്ടും. അല്ലേ, എന്തെങ്കിലും ചെറിയ ഡിഫക്റ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നാലും 200 രൂപക്ക് അത് ലാഭം തന്നെയാണ്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ജാക്കറ്റ് 1500 അത് 500 500 രൂപയാണ്. 1500 ആവാൻ സാധ്യതയുണ്ട്. ഇത് വെച്ച് കട്ടിയുള്ള ഐറ്റമാണ്. അതാണ് ഇതിന് 500 രൂപ.
പക്ഷെ 500 ഇച്ചിരി കൂടുതലാണ്. ഇവിടുത്തെ റേറ്റ് വെച്ച് 500 ഇച്ചിരി കൂടുതലാണ്. 950 ഡെനിമിൻ്റെ ജാക്കറ്റ് 950 രൂപ. ഇതെന്ത് വണ്ടിയാണ്? ഞാൻ ആദ്യമായിട്ട് കാണണം ഇങ്ങനത്തെ വണ്ടി. ഡൽഹിയിൽ ഇങ്ങനത്തെ വണ്ടി ആദ്യമായിട്ട് കാണണം. 150 രൂപയുടെ 300 രൂപയുടെ ഷാൾ. 250 ട്രാക്ക് പാൻറ് ഉണ്ട് കേട്ടോ. കണ്ടില്ലേ? $250 റേഞ്ചിലുള്ളതാണ് ഈ ഐറ്റമൊക്കെ. ഇതൊക്കെ നിങ്ങൾക്ക് ഹോൾസെയിലായിട്ട് എടുത്തു കഴിഞ്ഞാൽ 150, 100 ആ റേഞ്ചിലൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഇതിൻ്റെ അകത്തൊരു ഫർ ഫിനിഷിങ് ഉണ്ടാവും. അതായത് തണുപ്പത്തിടാൻ പറ്റിയ രീതിയിലുള്ളതായിരിക്കും. നാട്ടിലധികം മൂവ് ആവില്ല. പക്ഷെ ഹോൾസെയിൽ എടുക്കുന്നവർക്ക് എന്തായാലും കളക്ഷൻസ് ഉണ്ടാവും. വിൻ്റർ കളക്ഷൻസ് എന്തായാലും ഉണ്ട്. നോട്ടെ, നല്ല രീതിയിലുള്ള ഇത് 250 ഒക്കെ ട്രാക്ക് പാൻറ്റുകളാണ്. ട്രാക്ക് പാൻറ്റ് എവിടെയും വിറ്റ് പോകും. കണ്ടില്ല? ഇനി അകത്തേക്ക് ചെല്ലുമ്പോൾ 150 രൂപയുടെ കാണിച്ചു തരാം. ഈ ഷർട്ടൊക്കെ 350 രൂപയുടെ ഷർട്ടാണ്. കോട്ടൺ മിക്സാണ്. വേറെ എന്തോ മെറ്റീരിയലും യൂസ് ചെയ്തിട്ടുണ്ടായി. അല്ല 150 രൂപയുടെ. അവിടെ 250 കണ്ട സാധനം ഇവിടെ എത്തിയപ്പോൾ 150. ഇത് ഞാൻ ഒരെണ്ണം വാങ്ങിച്ചായിരുന്നു. തർക്കേടില്ലാത്ത ക്വാളിറ്റി ഉണ്ട്. എന്തായാലും 150-നേക്കാൾ മേളിലുള്ള ക്വാളിറ്റി ഇതിനുണ്ട്. ഇത് 500 രൂപയുടെ ഐറ്റം. ഈ ഐറ്റംസൊക്കെ 500 രൂപയുടെയാണ്. കണ്ടില്ലേ? 500 രൂപയുടെ ഐറ്റമാണ് അതല്ല. കണ്ടില്ലേ? ഇതെല്ലാം 500 രൂപയുടെ ജാക്കറ്റ്സാണ് ഇതെല്ലാം. ഇതെന്താണ്? 130 കോട്ടൺ ടവല്. കുട്ടികൾക്കൊക്കെ പറ്റും അതേപോലത്തെ ടവല്. പിന്നെ ഷൂസ്. കരോൾ ബാഗിൽ ഷൂസ് ഇല്ലാത്ത സ്ഥലമില്ല. എല്ലാ കോർണറിലും ഓരോ ഷൂസ് ഉണ്ടാവും. ഇവർ ഓരോ ദിവസം ഡിസ്പ്ലേ ഒക്കെ മാറ്റും. പക്ഷേ ക്യാമറ ഇവിടെ മാറി കണ്ടു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാക്കും. ഇത് കണ്ടില്ലേ? ഒരുവിധം നല്ല ക്വാളിറ്റിയാണ് ഇതിൻ്റെ. 800 ടു ഞാൻ നേരത്തെ പറഞ്ഞ 1200 ആ റേഞ്ചൊക്കെയാണ്. ഷൂവിൻ്റെ സെക്ഷനാണ് ഇവിടെ. ഈ കോർണറിലും ഷൂസ് ഉണ്ട്. ഇതൊക്കെ കണ്ടില്ലേ? ഒരുവിധം നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട് ഇവിടെ. ഫിക്സഡ് പ്രൈസിന് എഴുതി വെച്ചിട്ടുണ്ട്. കോർണറിലുണ്ട്. ഷൂസിൻ്റെ ഒരുപാട് സ്റ്റാൻഡുകൾ ഇതേപോലെ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കരോൾ ബാഗിൽ. ഷൂസ് ഹോൾസെയിൽ എടുത്ത് സെല് ചെയ്യാൻ പറ്റിയൊരു പ്രൊഡക്റ്റാണ്. നല്ലൊരു പ്രൊഡക്റ്റാണ്. ഡബിൾ ടൈപ്പ് കമ്പിളികളെല്ലാം, ഈ ഡബിൾ ടൈപ്പ് ബ്ലാങ്കറ്റുകളെല്ലാം 1200 ആ റേഞ്ചിലാണ് വരുന്നത്. ജീൻസ് 400, 500 ആ റേഞ്ചിൽ ജീൻസ് നിങ്ങൾക്ക് കിട്ടും. 350 രൂപയുടെ ജീൻസ്. പക്ഷെ നമുക്ക് ഇഷ്ടപ്പെട്ട് എടുക്കാൻ നേരത്തെ 400, 450 ഞങ്ങളുടെ മൊത്തം നേരെ സ്ട്രൈറ്റ് ലൈൻ ഫുള്ള് ഡ്രസ്സിൻ്റെയാണ്. അതൊന്ന് കാണിച്ചു തരാം. കണ്ടല്ലേ? ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണം. കംപ്ലീറ്റ് ഡ്രസ് ഐറ്റംസാണ്. കരോൾ ബാഗ് ഫാഷൻ പ്രൊഡക്റ്റുകളുടെ മെയിൻ സ്ഥലമാണ് കരോൾ ബാഗ്. കരോൾ ബാഗിലെ മിക്ക ഗലികളും. കാരണം ഇവിടെ തന്നെ ടാങ്ക് റോഡിൽ മാനുഫാക്ചറിങ്ങും കാര്യങ്ങളും ഉണ്ട്. ഇവിടെ തന്നെ ഷർട്ടുകൾ അടിക്കുന്നത്.